ഹലോ, ഞാൻ സരിത. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് വാഷ് പൗഡറാണ്. അപ്പോൾ ഇത് ഒരു 2-in-1 ഇഫക്റ്റ് ഉള്ള ഫേസ് വാഷ് പൗഡറാണ്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്, ഇപ്പോൾ റെഗുലർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് പൗഡർ അല്ലെങ്കിൽ ക്ലെൻസർ ഒക്കെയാണ്. അപ്പോൾ വീഡിയോ നമ്മളിപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നതിന് മുമ്പ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ എറണാകുളത്തൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെ അങ്ങനെയൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ മാസ്ക് കയ്യിലുണ്ടാവണം എന്നല്ല, മാസ്ക് വെച്ചിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ഫൈൻ 200 റുപ്പീസാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളെ പൊക്കുവാണെങ്കിൽ 5000 രൂപയാണ്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പം ആളുകളൊക്കെ പുറത്ത് ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം മാസ്ക് മസ്റ്റായിട്ടും വെച്ചിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ല ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവണം. പ്ലസ് നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ഒരുപാട് പേർക്ക് പ്രശ്നമാണ്. കാരണം ഈ സൈഡിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് നന്നായിട്ട് ഫേഷ്യൽ ഹെയർ ഉണ്ടാവും. അപ്പോൾ എനിക്ക് മെയിലിനകത്തൊക്കെ തന്നെ വരുന്നുണ്ട്, ചേച്ചി നല്ലതുപോലെ മുഖത്ത് രോമമുണ്ട്. അപ്പം ഇത് നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റെമഡിയും ഇല്ല കേട്ടോ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ നമ്മൾ വല്ലതുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കണ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒറ്റ യൂസിലൊന്നും നമുക്ക് ഈ ഒരു ഹെയർ പോയിട്ട് പിന്നെ വരാണ്ടിരിക്കില്ല, മീൻസ് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പം നമ്മളുടെ ഹെയറിൻ്റെ ആ ഒരു ഉള്ള ഹെയർ പോയിട്ട് ഹെയർ ഗ്രോത്തിനെ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്യാൻ, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. കാരണം മിക്ക പേർക്കും ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഹെയർ ഗ്രോത്ത് കൂടുതലാക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ അതുപോലെയാണ് അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടുന്നതോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു സൈഡിലൊക്കെ പിഗ്മെൻറ്റേഷൻ, ഞാനത് വേറെയും പാക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസർ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ രാവിലെ ആയാലും പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോഴായാലും യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ആ ഒരു യൂസിൽ തന്നെ ഇത് എല്ലാത്തിനും ഉള്ള ഒരു ഇഫക്റ്റ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് പാക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് ഡെയിലി സമയമൊന്നും കിട്ടാറില്ല. സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലെൻസർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഫേസ് ഒന്ന് കഴുകി കൊടുക്കുകയാണ്. റെഗുലറായിട്ട് ഡെയിലി ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പം നല്ല ഒരു മാറ്റം എല്ലാ കാര്യങ്ങൾക്കും, സ്കിന്നിനുള്ള എല്ലാ പ്രോബ്ലംസിനും ഉണ്ടാവും. സോ അപ്പോൾ ഇത് ഞാൻ ആദ്യം നിങ്ങൾക്ക് എങ്ങനെയൊന്ന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും മതി. നമ്മൾ ഒരു സ്പൂൺ പോലും വേണ്ട, ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ എടുത്താൽ മതി. കാരണം നമുക്ക് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് അത് ധാരാളമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നുകിൽ റോസ് വാട്ടർ, അതല്ലെങ്കിൽ പാല്, ഇതിൽ ഏതായാലും മതി. കാരണം ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് മുഖത്ത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരു വരും, ചെറിയ കുരുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവർ പാൽ ഉപയോഗിക്കേണ്ട, അറിയാലോ നമ്മുടെ സ്കിന്നിന് ഏതാണ് സൂട്ടബിൾ എന്നുള്ളത്. അല്ലാത്തവർ റോസ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളമില്ലേ അത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നല്ലതുപോലെ ഫേസ് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഇതൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് മസാജ് ചെയ്തൊന്ന് ഒരു റൗണ്ട് ഇതിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം ഇതിനകത്ത് നമുക്ക് തരികൾ അധികം ഇല്ല, ഒരുപാട് തരികളുള്ള ഒരു കാര്യവും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഉണ്ട്, പക്ഷേ അത് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് നല്ല സോഫ്റ്റ് ആവും. അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം രാവിലെ ആയാലും അതുപോലെ പുറത്ത് പോയിട്ട് വന്നിട്ടായാലും നമുക്ക് ഡീപ്പ് ക്ലെൻസ് ചെയ്യുമ്പോൾ എപ്പോഴും വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നല്ലതുപോലെ ഇതുപോലെ ഒന്നിങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഇത് ഡീപ്പ് ക്ലെൻസ് ചെയ്യും. അപ്പോൾ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളോട് ഈ മുടി പോവും, ഹെയർ റിമൂവ് ആവും എന്ന് പറയുമ്പം ചില ആൾക്കാർ ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ ഇട്ടിട്ട് പറയും, ചേച്ചി എൻ്റെ ഹെയർ റിമൂവ് ആയിട്ടില്ല എന്ന് പറയുന്നതിന് ഒരു കാര്യമില്ല. കാരണം റെഗുലർ യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞു. റെഗുലർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ കൊണ്ട് ഇത് ഉള്ള മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ആ ഒരു ഗ്രോത്തിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഹെയർ ഫോളിക്കിൾസിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ഗ്രോത്ത് പതുക്കെ ആവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ റെഗുലർ യൂസ് എന്ന് പറഞ്ഞത്, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇത് വെക്കണം എന്നൊന്നും ഇല്ല, ഒരുപാട് സമയമൊന്നും. ഇത് ഫേസ് ക്ലെൻസർ ആയതുകൊണ്ട് നമുക്ക് വെച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെയും നമ്മൾ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുമ്പം തന്നെ നല്ലതുപോലെ ഡീപ്പ് ക്ലെൻസ് ആവും.
അപ്പോൾ ഞാനിനി വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഈ വ്യത്യാസം എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് വ്യത്യാസമൊന്നും അല്ല. ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നതും റെഗുലർ യൂസിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, ആ ഒരു മാറ്റം നമുക്ക് ആദ്യം തന്നെ അറിയാം. പിന്നെ ഇത് ഇട്ടിട്ടൊക്കെ ചിലർക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ വേറെയും ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഹെയർ റിമൂവും കൂടെ ചെയ്യാൻ നല്ലതായതുകൊണ്ടാണ് ഞാൻ അടുത്തത് ഉടനെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്തത്. അപ്പോൾ ഒന്ന് ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുഖം കഴുകിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്തപ്പം തന്നെ എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായതാണ്. കാരണം ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും, അതുപോലെ തന്നെ ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ റെഗുലർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നല്ല ഒരു ഇഫക്റ്റാണ്. അപ്പോൾ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പം ഞാൻ തുടച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്യാം കേട്ടോ. കഴുത്തിലും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ക്ലെൻസർ നമ്മൾ രാവിലെ ഉപയോഗിക്കുമ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യുക. ഈവൻ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴായാലും കഴുത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിന് ആദ്യമായിട്ട് വേണ്ടത് ഓട്സ് ആണ്. അപ്പം ഓട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം, അതല്ലെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തേ അത് നല്ലതുപോലെ സോഫ്റ്റ് ആവും, അതുകൊണ്ട് ആ പ്രോബ്ലം വരണില്ല. അപ്പം ഞാനിവിടെ 2 സ്പൂണാണ് ഓട്സ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യം അനുസരിച്ചിട്ട് കുറച്ച് അധികം ഉണ്ടാക്കി വേണമെങ്കിൽ വെക്കാം. കാരണം ഇത് ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം ഈ എടുക്കുന്ന അളവ് കൂട്ടിയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ 2 സ്പൂൺ ഓട്സിന് എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. അപ്പം കസ്തൂരി മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മളുടെ അരിപ്പൊടിയില്ലേ, പച്ചരി പൊടിച്ചത്, അതും 2 സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ, ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചത്. പിന്നെ അതേ അളവിൽ തന്നെ ചന്ദനം. അപ്പം നിങ്ങൾക്ക് രക്തചന്ദനം പൊടിച്ചതുണ്ടെങ്കിൽ അത് മതി, അതല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ചന്ദനപ്പൊടിയില്ലേ ഈ കളറിൽ കിട്ടണേ, അത് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൊടി, നല്ലതുപോലെ പൊടിഞ്ഞതായിരിക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ തടി മേടിക്കാൻ കിട്ടുമെങ്കിൽ അത് മേടിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നല്ലതുപോലെ മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഒരു അരിപ്പില്ലേ, ഇങ്ങനെ വെറും ചെറിയ ഇതുള്ള അരിപ്പ്, അതിനകത്ത് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും ചെറിയ ചെറിയ പാക്കറ്റ്. അപ്പം അതും 1 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചെറുചണയില്ലേ, ചെറുചണ വിത്ത്, അതാണ് വേണ്ടത്. പക്ഷെ അത് ഇങ്ങനെയല്ല ഇടേണ്ടത്, പൊടിച്ചിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കണത്. ഇതാണ് നമ്മുടെ ചെറുചണ വിത്ത് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ഒക്കെ അവൈലബിൾ ആണ്. ഫ്ലാക്സ് സീഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയാണ്. നല്ലതുപോലെ മിക്സിയിൽ പൊടിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടി ഉണ്ടോ, ഇതുപോലെ പൊടിച്ചെടുക്കണം നമ്മൾ മിക്സിയിൽ. അപ്പം അതും 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്കിപ്പം ഇതിൻ്റെ റേഷ്യോ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം, ഡബിൾ ആക്കിയാൽ മതി. അപ്പം ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ചധികം കാലം ഇരിക്കും ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പൊടി ആഡ് ചെയ്ത് കാണുമ്പോൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും പൊടിയെന്ന്. അപ്പോൾ ഇത്രയും പൊടി ആഡ് ചെയ്യുന്നത് നമുക്ക് ഇത് 2 ഉപയോഗമാണ്. ഒന്ന് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ടുമാണ്. അപ്പോൾ ഇത് ഒരു ദിവസം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഉടനെ എന്നോട് പറയരുത് ഫേഷ്യൽ ഹെയർ പോയിട്ടില്ല എന്ന്. ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഫേഷ്യൽ ഹെയർ പോവാനും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രോത്തില്ലേ ഒരുപാട് ഉണ്ടാവാണ്ടിരിക്കാനും അത് നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്നും ഫേസ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതേ കണ്ടോ, ഇതുപോലെ പൊടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു മാസം 2 മാസം വരെയൊക്കെ എന്തായാലും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടാക്കി നമുക്ക് മിക്സ് ചെയ്തൊരു ബോട്ടിലിനകത്താക്കി അടച്ചു വെച്ചാൽ വെള്ളം നനയരുതെന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് മിക്സ് ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, കാരണം നമ്മളിപ്പോൾ ഇട്ടിട്ട് ഫ്ലാക്സ് സീഡിനകത്ത് ഓയിലിൻ്റെ അംശമുണ്ട്, ഒമേഗ 3 ഒരുപാടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ പാല് പ്രോബ്ലം ഇല്ലാത്തവർക്കാണെങ്കിൽ പാല് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പം റോസ് വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഞാനൊക്കെ മിക്സ് ചെയ്യണത്. അപ്പോൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പറ്റുന്നതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യണം. കാരണം ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം അതെല്ലാം കിട്ടിയിട്ട് ഇത് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യുക,
പിന്നെ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ഒക്കെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് ചെയ്തിട്ടില്ല. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.